ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ. എല്ലാവർക്കും സുഖമാണോ? എല്ലാ വീഡിയോയിലും ഞാൻ അത് തന്നെയാണ് ആദ്യമേ ചോദിക്കുന്നത്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷനകത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് വൈറ്റ് ഹെഡ്സ് വരാറുണ്ട്, നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തും. പിന്നെ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഫേസിലും ഫോർ ഹെഡ്സിലൊക്കെ വൈറ്റ് ഹെഡ്സ് വരാറുണ്ട്. ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്, വൈറ്റ് ഹെഡ്സും ഉണ്ട്. ഓക്കെ, വൈറ്റ് ഹെഡ്സ് വരാറുണ്ട്. അത് മാറ്റാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മറ്റൊരു കമ്പി ഉണ്ടല്ലോ, കമ്പി വെച്ച് ഇങ്ങനെ കുത്തിയൊക്കെ ഇളക്കി എടുക്കുന്നില്ല, ഭയങ്കര ഒരു വേദനയുള്ള പ്രോസസ്സാണ്. പക്ഷേ നാച്ചുറൽ രീതിയിൽ നമ്മൾക്ക് വീട്ടിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വെച്ചുകൊണ്ട് ഈ വൈറ്റ് ഹെഡ്സ് എന്നേക്കുമായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സിമ്പിളായിട്ടുള്ള ചെറിയ ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്സ് ഒരുപാട് ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തെടുക്കുക. സോ വാച്ച് ദിസ് വീഡിയോ ഫുള്ളി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ മണി ഉണ്ടല്ലോ, ബെല്ലൈക്കൺ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട്. അന്നേരം ആദ്യത്തെ ടിപ്പാണ്, നമ്മളുടെ വീട്ടിലെ അപ്പക്കാരമുണ്ടല്ലോ, അതായത് ബേക്കിംഗ് സോഡ മാത്രം മതി നമുക്ക് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ. എങ്ങനെയാണെന്നല്ലേ, ഒരു 2 to 3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നിങ്ങൾ എടുക്കുക. ഈ ക്വാണ്ടിറ്റി 2 to 3 സ്പൂൺ പറയാൻ കാരണം എന്ന് വെച്ചാൽ മുഖത്ത് ഫുള്ളായിട്ട് വൈറ്റ് ഹെഡ്സ് ഉള്ള ആൾക്കാരാണ്, അല്ലാതെ ഇപ്പം മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം വൈറ്റ് ഹെഡ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യണോ അത്രത്തോളം എമൗണ്ട് മാത്രം എടുത്തിട്ട് അത് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ നമ്മളുടെ വെള്ളം വെച്ച് മാത്രം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. 15 to 20 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു 2 വീക്സിനുള്ളിൽ വൈറ്റ് ഹെഡ്സ് ഉള്ളത് എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ആദ്യത്തെ ഒരു ടിപ്സിനകത്ത് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ ടിപ്സിനും ഓരോ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. വീഡിയോ ഒരുപാട് ലെന്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തേൻ്റെ മാത്രം ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തരാം. ചില ആൾക്കാർ ചോദിക്കാം, ബേക്കിംഗ് സോഡ മുഖത്ത് അങ്ങനെ പുരട്ടാമോ? അത് പുരട്ടിക്കഴിഞ്ഞാൽ ഇത് പോകുമെന്ന് എന്തുണ്ട് ഉറപ്പ്? ആക്ച്വലി നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മളുടെ മുഖത്ത് തേക്കുമ്പോൾ അതൊരു ആസ്ട്രജനും അതുകൊണ്ട് തന്നെ ഒരു എക്സ്ഫോളിയൻറ്റും ആയിട്ടാണ് വർക്കാകുന്നത്. ബേക്കിംഗ് സോഡ നമ്മളുടെ മുഖത്തുള്ള ഈ പോസിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം വലിച്ചെടുത്ത് പുറത്തോട്ടാക്കാനായിട്ട് ഒരുപാട് സഹായകരമാണ്. ഒരു pH ന്യൂട്രലൈസർ കൂടിയാണ്. അതായത് സീബം പ്രൊഡക്ഷൻ. സീബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നെറ്റ് ഇത് ചെയ്ത് നോക്കാം, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. സീബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള ആഹാരം എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് പിമ്പിൾസും എല്ലാം വരാറുണ്ടല്ലോ. ഓക്കെ, പിമ്പിൾസ് വരാനായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എനിക്കൊരു പിമ്പിൾ വരാൻ പോവുകയാണ്. അന്നേരം ഇവിടെ ഒരുപാട് സീബം കൂടിച്ചേരും. ഓക്കെ, അത് പുറത്ത് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്ത് വരാനായിട്ട് പുഷ് ചെയ്യും അകത്തുനിന്നുള്ള. ആ ഒരു സ്പെഷ്യൽ ഭാഗത്ത് മാത്രം അക്യൂമുലേറ്റ് ചെയ്ത് നമ്മളുടെ ഹെയറിൻ്റെ പോർസിലൂടെ പുറത്ത് വരാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പിമ്പിൾസിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അന്നേരം ഈ സീബോ ആണ് മെയിനായിട്ട് നമ്മളുടെ പിമ്പിൾസ് ഉണ്ടാകാനും വൈറ്റ് ഹെഡ്സ് ഉണ്ടാകാനായിട്ടൊക്കെയുള്ള റീസൺ. സീബത്തിൻ്റെ ഓവറായിട്ട് ഉള്ള പ്രൊഡക്ഷൻ കുറയ്ക്കുകയും നമ്മളുടെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നമ്മളുടെ ഈ ഒരു ബേക്കിംഗ് സോഡ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ടിപ്പാണ്, നമ്മളുടെ കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് കളർ പേസ്റ്റാണ് ബെസ്റ്റ്. കോൾഗേറ്റ് പേസ്റ്റ് എടുത്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. 20 മിനിറ്റ്സ് അവിടെ വയ്ക്കുക. ചിലപ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ അത് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന ടൈം തന്നെ ക്രീമൊക്കെ പുരട്ടുവാണെങ്കിൽ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാകത്തില്ല, അതേ രീതിയിൽ. ഈ ഒരു പേസ്റ്റിൻ്റെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഇതൊരു ടിപ്പാണ്, ആപ്പിൾ സിഡാർ വിനിഗർ. അതല്ലെന്നുണ്ടെങ്കിൽ ACV നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ആപ്പിൾ സിഡാർ വിനിഗർ മുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതി അപ്ലൈ ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് മിനിമം നിങ്ങളുടെ മുഖത്ത് അത് വയ്ക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ തന്നെ മുഖം കഴുകി കളയുക. ഇടയ്ക്ക് റബ്ബ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ഈ ആപ്പിൾ സിഡാർ വിനിഗറിൻ്റെ ഈ ഒരു ഫോർമുല നിങ്ങൾ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുക. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി പോകുന്നതായിരിക്കും. അടുത്തൊരു ടിപ്പാണ്, അലോവേറ. നമ്മുടെ കറ്റാർ വാഴ എടുക്കുക. കറ്റാർ വാഴ എടുത്തിട്ട് അതിനകത്ത് ആ ജെല്ല് മാത്രം സ്കൂപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇച്ചിരി ജെല്ല് മാത്രം എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ്, നാരങ്ങ നിങ്ങളൊന്ന് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും
നിങ്ങളുടെ ചെറിയ ഇടിക്കല്ലുണ്ടല്ലോ അത് അതിനകത്ത് വല്ലതും വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അത് എവിടെയാണോ നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ് ഉള്ള ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ, മുഖത്ത് എവിടെ ആണെങ്കിലും, എല്ലാ ആൾക്കാർക്കും മാക്സിമം മൂക്കിനകത്താണ് വരുന്നത്. സോ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തതിന് ശേഷം 35 മിനിറ്റ്സ് അത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. അലോവേറ ഇച്ചിരി ഡ്രൈ ആയി വരാൻ ടൈം എടുക്കും. സോ ഫാൻ്റെ കീഴിലൊന്നും ഇരിക്കുകയൊന്നും വേണ്ട, 35 മിനിറ്റ്സ് മാത്രം ഇരുന്നാൽ മതി. ഓക്കെ, 35 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം അതും ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. ഷുവറായിട്ട് നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ് ഉള്ളത് എല്ലാം റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. അടുത്ത് ഈ പറയാൻ പോകുന്ന ടിപ്പ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ 3 കാര്യമാണ് നമുക്ക് വേണ്ടുന്നത്. ഒന്നെന്ന് വെച്ചാൽ ബെൻറ്റോനൈറ്റ് ക്ലേ, നമ്മളുടെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. ബെൻറ്റോനൈറ്റ് ക്ലേ കുറച്ച് മേടിക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിക്കുക. ചെറുതേനോ സാധാ തേനോ എന്തോ ഒഴിക്കാം, പക്ഷേ നാച്ചുറലായിട്ടുള്ള തേൻ ഒഴിക്കുക. അതിൻ്റെ കൂടെ 3ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മളുടെ മുഖത്ത് മാസ്ക് അപ്ലൈ ചെയ്യുമല്ലോ, അതേ രീതിയിലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഈ ഒരു മിശ്രിതം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാത്രം തേക്കാനായിട്ട്, ഇവിടെ മാത്രം തേക്കാനായിട്ട് എടുക്കാതിരിക്കുക. ഫുള്ള് ഫേസിൽ തേക്കാൻ വേണ്ടി എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. ശേഷം നല്ല രീതിയിൽ ഡ്രൈ ആകണം. ഓക്കെ, മേ ബി 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് ഒക്കെ എടുക്കും ഡ്രൈ ആവാൻ. നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകുക. ഇത് ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വിസിബിളി തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഇത് ബെസ്റ്റായിട്ടുള്ള റിസൾട്ടാണ്, നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ അടുത്തൊരു ടിപ്പാണ് റോസ് വാട്ടർ എടുക്കുക. കുറച്ച് റോസ് വാട്ടറിനകത്ത് ഒരു 4-5 തുള്ളി നാരങ്ങാനീര് ഒഴിച്ചിട്ട് ഒരു കോട്ടൺ ബോൾ അല്ലെങ്കിൽ ഒരു പഞ്ഞി എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് മുക്കി നല്ല രീതിയിൽ നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയുക. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഡെയിലി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എപ്പം വൈറ്റ് ഹെഡ്സ് പൂർണ്ണമായിട്ട് നിൽക്കുന്നു ആ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് നിർത്താവുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ബെസ്റ്റ് എഫക്റ്റീവായിട്ട്, ഞാൻ നേരത്തെ ക്ലേയുടെ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു, അതേകൂട്ട് ബെസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഫോർമുലേഷനാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. സംഭവം സിമ്പിളാണ്. 2 to 3 ടീസ്പൂൺ ഓക്സ് മീലുണ്ടല്ലോ, ഓക്സിൻ്റെ പൗഡർ. അത് ഓക്സ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്സ് പൗഡർ ഒരുപാട് ഇതാവില്ല, ഒരു തരിതരി പോലുള്ള രീതിയിലാക്കുക. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഹണി ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ഒഴിക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. ആവശ്യത്തിന്, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തൈര് ഒഴിക്കുക. പിന്നെ അതിനകത്ത് ഒരു നാരങ്ങ 4ആയിട്ട് മുറിച്ചതിനകത്ത് ആ ഒരു കഷ്ണം ഉണ്ടല്ലോ, 1/4 പാർട്ട്, ആ ഒരു പാർട്ട് മാത്രം ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ഇത്രയും പിഴിഞ്ഞൊഴിച്ചിട്ട് നിങ്ങളതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. അത് നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അത് ബാക്കിലോട്ട് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് വെക്കുക. ഇത്ര ആക്കിയിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 30 മിനിറ്റ് അത് ഉണങ്ങാൻ വയ്ക്കുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് മുഖത്ത് വീണ്ടും വെറ്റാക്കി കൊടുക്കുക. ഇച്ചിരി മുഖത്ത് എന്തെങ്കിലും സ്പ്രേയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് മുഖത്തൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആ ഇത് വെച്ച് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വാട്ടറും അതിന് ഇളം ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ തണുത്ത വെള്ളം സാധാ ടാപ്പ് വാട്ടർ യൂസ് ചെയ്ത് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സംഭവം ആഴ്ചയിൽ 1 ദിവസം മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇത് എല്ലാ ആഴ്ചയിലും 1 തവണ യൂസ് ചെയ്യുക. ഒരു 3 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വൈറ്റ് ഹെഡ്സൊക്കെ ഒരുവിധം പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതായിരിക്കും. അന്നേരം കൂടുതലൊന്നും വേണ്ടല്ലോ, ഇത്രയും ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഇഷ്ടമുള്ള ടിപ്സ് എല്ലാം നാച്ചുറലായിട്ടുള്ള ടിപ്സാണ്. ഇഷ്ടമുള്ള ടിപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്, നമ്മളുടെ ഡയറ്റിംഗ് ആണത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണപ്പലഹാരങ്ങൾ അതൊന്നും കഴിക്കാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള വെൽ മെയിൻറ്റെയിൻ ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു ആഹാര രീതി, ഭക്ഷണ രീതി, അതൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾക്കിങ്ങനെ സീബം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഹൊക്കുരുവും പിന്നെ അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് ഹെഡ്സ് എല്ലാം ഉണ്ടാവാനായിട്ട് കാരണം. സോ അതെല്ലാം ഒന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ ടിപ്സ് ഒന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ കാര്യവും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്ത് വീഡിയോസാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കമൻറ്റിനകത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടുന്നത് ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.